ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് ക്ലാസ് റൂം. ഇന്ന് നമ്മൾ 90-ാമത്തെ പേജിൽ ദ ബുക്ക് ഓഫ് നേച്ചർ എന്ന് പറയുന്ന കഥയുടെ, അതായത് ജവഹർലാൽ നെഹ്റു തൻ്റെ മകൾക്ക് എഴുതുന്ന ഈ ഒരു കത്തിൻ്റെ 2-ാമത്തെ ഭാഗമാണ് നമ്മളിന്ന് വായിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. You will, I hope, soon begin to learn how to read this story from the rocks and mountains. Imagine how fascinating it is. Every little stone that you see lying on the road or on the mountainside may be a little page in nature's book and may be able to tell you something if you only knew how to read it. To be able to read any language, Hindi or Urdu or English, you have to learn its alphabet. So also you must learn the alphabet of nature before you can read her story in her books of stone and rock. Even now perhaps you know a little how to read this. അപ്പോൾ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. You will, I hope, soon begin to learn how to read this story from the rocks and mountains. You will, I hope, ഞാൻ പ്രതീക്ഷിക്കുകയാണ്, soon begin to learn, തീർച്ചയായിട്ടും നിനക്ക് അത് പെട്ടെന്ന് തന്നെ എന്താണ് പഠിക്കാൻ കഴിയും. How to read this story, എങ്ങനെയാണ് ഈ കഥകളൊക്കെ വായിക്കുക. From the rocks and mountains, പാറക്കല്ലുകളിൽ നിന്നും കുന്നുകളിൽ നിന്നും ഒക്കെ എങ്ങനെയാണ് ഈ കഥകളൊക്കെ നിനക്ക് വായിക്കാൻ കഴിയുക എന്ന് നീ പഠിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇമാജിൻ ഹൗ ഫാസിനേറ്റിംഗ് ഇറ്റ് ഈസ്, എത്ര മോഹിപ്പിക്കുന്ന കാര്യമാണ് അതൊന്ന് നീ ആലോചിച്ച് നോക്കിയേ, അല്ലെങ്കിൽ ഒന്ന് മനസ്സിൽ കണ്ടു നോക്കിയേ. എവറി ലിറ്റിൽ സ്റ്റോൺ ദാറ്റ് യു സീ ലൈങ് ഓൺ ദ റോഡ്, എല്ലാ ചെറിയ പാറക്കഷ്ണങ്ങളും അല്ലേ, അല്ലെങ്കിൽ പാറകളും നമ്മൾ റോഡ് സൈഡിൽ കാണുന്ന, അല്ലെങ്കിൽ റോഡിൽ കാണുന്ന, നിരത്തിൽ കാണുന്ന ഓരോ പാറകളും, ഓർ ഓൺ ദ മൗണ്ടൻ സൈഡ്, അല്ലെങ്കിൽ പർവ്വത നിരയിൽ, അല്ലെങ്കിൽ കുന്നിൻ ചെരുവിലൊക്കെ നമ്മൾ കാണുന്ന ഈ ചെറിയ പാറക്കഷ്ണങ്ങൾ. മേ ബി എ ലിറ്റിൽ പേജ് ഇൻ നേച്ചേഴ്സ് ബുക്ക്, അതൊക്കെ ഈ പ്രകൃതിയുടെ പുസ്തകത്തിലെ ചെറിയ ചെറിയ താളുകളാണ്, അല്ലെങ്കിൽ ഏടുകളാണ്, അല്ലെങ്കിൽ പേജുകളാണ്. ആൻഡ് മേ ബി ഏബിൾ ടു ടെൽ യു സംതിങ്, മാത്രവുമല്ല അതിനൊക്കെ നിന്നോട് എന്തൊക്കെയോ പറയാനുണ്ട്, അതിനൊക്കെ നിന്നോട് ഓരോ കഥകൾ നിന്നോട് പറയാൻ കഴിയും ആ പേജുകൾക്കൊക്കെ. ഇഫ് യു ഓൺലി ന്യൂ ഹൗ ടു റീഡ് ഇറ്റ്, നിനക്കെന്ത് ചെയ്യണം? ഇഫ് യു ഓൺലി ന്യൂ ഹൗ ടു റീഡ് ഇറ്റ്, നിനക്കത് എങ്ങനെ വായിക്കാൻ കഴിയുമെന്നാണ് അറിയേണ്ടത്. ടു ബി ഏബിൾ ടു റീഡ് എനി ലാംഗ്വേജ്, ഏതൊരു ഭാഷയും ആ ഭാഷ പഠിക്കാൻ എന്ത് വേണം? ഹിന്ദി ഓർ ഉറുദു ഓർ ഇംഗ്ലീഷ്, ഹിന്ദി ആവട്ടെ, ഉറുദു ആവട്ടെ, ഇംഗ്ലീഷ് ആവട്ടെ, യു ഹാവ് ടു ലേൺ ഇറ്റ്സ് ആൽഫബറ്റ്, അതിൻ്റെ ആ ഭാഷകളുടെ ആൽഫബറ്റ്, അക്ഷരമാല, അത് നിനക്ക് കൈവശമുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അറിഞ്ഞിരിക്കണം. So also you must learn the alphabet of nature before you can read her story in her books of stone and rocks. അപ്പോൾ പ്രകൃതിയാകുന്ന വലിയ ആ പുസ്തകത്തിൻ്റെ ഏടുകളാകുന്ന കല്ലുകളും പാറക്കഷ്ണങ്ങളും ഒക്കെ നിനക്ക് വായിക്കണമെങ്കിൽ അതിനു മുമ്പ് പ്രകൃതിയുടെ ആ അക്ഷരമാല ക്രമങ്ങൾ നീ എന്ത് ചെയ്യണം? സ്വായത്തമാക്കേണ്ടതുണ്ട്, അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. Even now perhaps you know a little how to read this. ഒരു പക്ഷേ ഇപ്പോൾ നിനക്ക് എങ്ങനെ അത് വായിക്കാമെന്ന് കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടാകും, അല്ലെങ്കിൽ അറിഞ്ഞിരിക്കും എന്ന് ജവഹർലാൽ നെഹ്റു തൻ്റെ മകളോട് പറയുകയാണ്. If you see a little round shiny pebble, does it not tell you something? How did it get round and smooth and shiny without any corners and rough edges? If you break a big rock into small bits, each bit is rough and has corners and rough edges. It is not at all like a round smooth pebble. If you see a little round shiny pebble, നീ ഒരു ചെറിയ ഉരുളങ്കല്ല് കാണുകയാണെങ്കിൽ,
ഡസ് ഇറ്റ് നോട്ട് ടെൽ യു സംതിങ്? അതിന് നിന്നോട് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനില്ലേ? ഹൗ ഡിഡ് ഇറ്റ് ഗെറ്റ് റൗണ്ട് ആൻഡ് സ്മൂത്ത് ആൻഡ് ഷൈനി? എങ്ങനെ അതിന് വളരെ സ്മൂത്തായ, വളരെ തിളക്കമാർന്ന ഉരുണ്ട ആ ഭാഗം എങ്ങനെ അതിന് കൈവന്നു? വിത്തൗട്ട് എനി കോർണേഴ്സ് ഓർ റഫ് എഡ്ജസ്, അതിന് പരുക്കമായിട്ടുള്ള അരികുകളില്ലാതെ അല്ലെങ്കിൽ മൂലകളില്ലാതെ എങ്ങനെ അത് കറക്റ്റായിട്ട് ഉരുണ്ട തിളങ്ങുന്ന വൃത്താകൃതിയിൽ ആ രൂപം അതിന് കൈവന്നു? ഇഫ് യു ബ്രേക്ക് എ ബിഗ് റോക്ക് ഇൻറ്റു സ്മോൾ ബിറ്റ്സ്, നീ ഒരു വലിയ പാറയെടുത്ത് അതിനെ ചെറിയ കഷ്ണങ്ങളാക്കിയാൽ, ഈച്ച് ബിറ്റ് ഈസ് റഫ് ആൻഡ് ഹാസ് കോണേഴ്സ് ആൻഡ് റഫ് എഡ്ജസ്, അതിൻ്റെ ഓരോ കഷ്ണങ്ങൾക്കും എന്തുണ്ടാവും? മൂലകളും പരുക്കമായിട്ടുള്ള അരികുകളൊക്കെ ഉണ്ടാകും അല്ലേ? ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ലൈക്ക് എ റൗണ്ട് സ്മൂത്ത് പെബിൾ, അത് ഒരു ഉരുളൻകല്ല് പോലെ അല്ലല്ലോ കാണപ്പെടുന്നത്. ഹൗ ദെൻ ഡിഡ് ദ പെബിൾ ബിക്കം സോ റൗണ്ട് ആൻഡ് സ്മൂത്ത് ആൻഡ് ഷൈനി? പിന്നെ എങ്ങനെയാണ് അത് വളരെ തിളങ്ങുന്ന ഉരുളൻകല്ലുകളായി മാറിയത്? ഇറ്റ് വിൽ ടെൽ യു ഇറ്റ് സ്റ്റോറി ഇഫ് യു ഹാവ് ഗുഡ് ഐസ് ടു സീ ആൻഡ് ഇയർ ടു ഹിയർ ഇറ്റ്. ഇറ്റ് വിൽ ടെൽ യു, അത് നിന്നോട് പറയും, ഇറ്റ് സ്റ്റോറി, അതിൻ്റെ കഥ. ഇഫ് യു ഹാവ് ഗുഡ് ഐസ്, നിനക്ക് നല്ല കണ്ണുകളും, ടു സീ, നിനക്ക് കാണാൻ നല്ല കണ്ണുകളും, ആൻഡ് ഇയേഴ്സ് ടു ഹിയർ ഇറ്റ്, അത് കേൾക്കാൻ നല്ല ചെവികളും ഉണ്ടെങ്കിൽ നിനക്കതിൻ്റെ കഥ അത് നിനക്ക് പറഞ്ഞു തരും. ഇറ്റ് ടെൽസ് യു ദാറ്റ് വൺസ് അപ്പോൺ എ ടൈം, ഇറ്റ് മേ ബി ലോങ് എഗോ, ഇറ്റ് വാസ് എ ബിറ്റ് ഓഫ് റോക്ക്. ഇറ്റ് ടെൽസ് യു, അത് നിന്നോട് പറയും, ദാറ്റ് വൺസ് അപ്പോൺ ടൈം, ഇറ്റ് മേ ബി ലോങ് എഗോ, പണ്ട് ഒരു കാലത്ത്, അല്ലെങ്കിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ്, കുറേ കാലങ്ങൾക്കപ്പുറത്ത്, ഇറ്റ് വാസ് എ ബിറ്റ് ഓഫ് റോക്ക്, അതൊരു പാറക്കഷ്ണമായിരുന്നു. ജസ്റ്റ് ലൈക്ക് ദ ബിറ്റ് യു മേ ബ്രേക്ക് ഫ്രം എ ബിഗ് റോക്ക്, നീ വലിയ പാറക്കഷ്ണത്തിൽ നിന്നും പൊട്ടിച്ചെടുത്ത ഈ ചെറിയ പാറക്കഷ്ണം പോലെ തന്നെ ഒന്നായിരുന്നു അത്. ഓർ സ്റ്റോൺ വിത്ത് പ്ലൻറ്റി ഓഫ് എഡ്ജസ് ആൻഡ് കോർണേഴ്സ്, അല്ലെങ്കിൽ അതൊരു കല്ലായിരുന്നു, കുറേയധികം അരികുകളും മൂലകളും പരുക്കമായ മൂലകളും അരികുകളുമൊക്കെ ഉണ്ടായിരുന്ന ഒരു കല്ലായിരുന്നു അത്. പ്രോബബ്ലി ഇറ്റ് റെസ്റ്റഡ് ഓൺ ദ സം മൗണ്ടൻ സൈഡ്, മിക്കവാറും അത് ഒരു കുന്നിൻ ചെരുവിലായിരിക്കും ഉണ്ടായിരുന്നത്. ദെൻ കെയിം ദ റെയിൻ ആൻഡ് വാഷ്ഡ് ഇറ്റ് ഡൗൺ ടു ദ ലിറ്റിൽ വാലി, അങ്ങനെ എന്ത് ചെയ്തു? മഴ വർഷിച്ചു. എന്നിട്ട് ഈ മഴ ഈ കല്ലിനെ എന്ത് ചെയ്തു? വാഷ്ഡ് ഇറ്റ് ഡൗൺ ടു ദ ലിറ്റിൽ വാലി, അത് ആ ചെറിയ താഴ്വരയുടെ താഴ്ഭാഗത്തേക്ക് അതിനെ ഒഴുക്കിക്കൊണ്ടുപോയി. വേർ ഇറ്റ് ഫൗണ്ട് എ മൗണ്ടൻ സ്ട്രീം, അവിടെ അത് ആ ചെറിയ ഒരു അരുവിയിലേക്ക് അത് ചെന്നെത്തി. വിച്ച് പുഷ്ഡ് ഇറ്റ് ഓൺ ആൻഡ് ഓൺ ടിൽ ഇറ്റ് റീച്ച്ഡ് എ ലിറ്റിൽ റിവർ, അങ്ങനെ അത് ഒരു ചെറിയ നദിയിലേക്ക് ആകുന്നത് വരെ അതിനെ തള്ളി കൊണ്ടുപോയി. ആൻഡ് ദ ലിറ്റിൽ റിവർ ടുക്ക് ഇറ്റ് ടു ദ ബിഗ് റിവർ, ആ ചെറിയ നദി അതിനെ വലിയ നദിയിലേക്ക് കൊണ്ടുപോയി. ആൻഡ് ഓൾ ദ വൈൽ ഇറ്റ് റോൾഡ് അറ്റ് the bottom of the river and its edges were worn away. And all the while it rolled at the bottom of the river, അങ്ങനെ ഈ ചെറിയ നദിയിൽ നിന്നും, അല്ലെങ്കിൽ ആ കുന്നിൻ ചെരുവിൽ നിന്നും ചെറിയ നദിയിലേക്ക്, ആ ചെറിയ നദിയിൽ നിന്നും വലിയ നദിയിലേക്കുള്ള അതിൻ്റെ പ്രയാണത്തിലൊക്കെ അത് ഈ അരുവിയുടെ, അല്ലെങ്കിൽ ചെറിയ നദിയുടെ, അല്ലെങ്കിൽ വലിയ നദിയുടെ അടിത്തട്ടിൽ കിടന്ന് അതിങ്ങനെ ഉരുളുകയായിരുന്നു. അങ്ങനെയോ ആൻഡ് ഇറ്റ്സ് എഡ്ജസ് വെർ വോൺ അവേ, അങ്ങനെ അതിൻ്റെ ആ കൂർത്ത പ്രതലങ്ങളൊക്കെ അതിനൊക്കെ തേയ്മാനം സംഭവിച്ചു. ദസ് ദ റഫ് സർഫേസ് വാസ് മെയ്ഡ് സ്മൂത്ത് ആൻഡ് ഷൈനി, അങ്ങനെ അതിൻ്റെ പരുക്കമായ അതിൻ്റെ പ്രതലമൊക്കെ വളരെ മിനുസമുള്ളതായി മാറി, തിളങ്ങുന്നതുമായി മാറി. സോ ഇറ്റ് ബി So it became the pebble that you see, അങ്ങനെ നീ കണ്ട ഉരുളം കല്ലുകളായി മാറിയത്. Somehow the river left it behind and you found it. Somehow എങ്ങനെയോ the river, ഈ പുഴ, ലെഫ്റ്റ് ഇറ്റ് ബിഹൈൻഡ്, അത് അതിനെ പിന്നിലായി ഉപേക്ഷിച്ചു പോയി. യു ഫൗണ്ട് ഇറ്റ്, അങ്ങനെ നീ എന്ത് ചെയ്തു? അതിനെ കണ്ടെത്തി.
അപ്പോൾ ഈ നദി ഉരുട്ട് കൊണ്ടുവന്ന ഈ കല്ലിനെ ആ നദി ഇവിടെ ഇട്ടേച്ച് പോയത് കൊണ്ടാണ് എനിക്കത് കാണാൻ സാധിച്ചത്. ഇതിവിടെ ആ കല്ല് ആ കുന്നിൻ ചെരുവിൽ നിന്നും ഇതുവരെയുള്ള അതിൻ്റെ പ്രയാണങ്ങൾക്കിടയിൽ അതെന്ത് ചെയ്തു, അതിങ്ങനെ ഉരുണ്ട് അതിൻ്റെ കൂർത്ത പ്രതലങ്ങളൊക്കെ തട്ടി അതിൻ്റെ അത് മിനുസമുള്ളതും തിളങ്ങുന്നതുമായി മാറി അതിന് വൃത്തരൂപം കൈവരുകയും ചെയ്തു. If the river had carried it on, it would have become smaller and smaller, till at last it became a grain of sand and joined its brothers at the seaside to make a beautiful beach, where little children can play and make castles out of the sand. ഇഫ് ദ റിവർ ഹാഡ് കാരിയർ ഇറ്റ് ഓൺ, അങ്ങനെ ഇവിടെ ഉപേക്ഷിക്കാതെ ആ നദി ഇതിനെ വീണ്ടും വഹിച്ചു കൊണ്ട് പോവുകയായിരുന്നുവെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബിക്കം സ്മാളർ, ഇത് വീണ്ടും ചെറുതാകുമായിരുന്നു, ആൻഡ് സ്മാളർ, അങ്ങനെ വീണ്ടും ചെറുതാകുമായിരുന്നു, ടിൽ അറ്റ് ലാസ്റ്റ് ഇറ്റ് ബിക്കേം എ ഗ്രെയിൻ ഓഫ് സാൻഡ്, അങ്ങനെ അതൊരു ചെറിയ ഒരു മണൽത്തരിയാകുമായിരുന്നു. ആൻഡ് ജോയിൻ ഇറ്റ്സ് ബ്രദേഴ്സ് അറ്റ് ദ സീസൈഡ്, എന്നിട്ട് അതിൻ്റെ സഹോദരങ്ങളോടുകൂടെ കടലോരത്ത് അത് കൂടിച്ചേരുമായിരുന്നു. ടു മേക്ക് എ ബ്യൂട്ടിഫുൾ ബീച്ച്, ഒരു നല്ല വർണ്ണാഭമായ ഭംഗിയുള്ള സുന്ദരമായ ഒരു കടൽ തീരം ഉണ്ടാക്കാൻ വേണ്ടി. വേർ ലിറ്റിൽ ചിൽഡ്രൻ, അവിടെ ചെറിയ കുട്ടികൾ ക്യാൻ പ്ലേ ആൻഡ് മേക്ക് കാസ്റ്റിൽ ഔട്ട് ഓഫ് ദ സാൻഡ്, അവർ ചെറിയ കുട്ടികൾ ഈ മണൽ കൊണ്ട് കളിക്കാനും മാത്രമല്ല ചെറിയ കുട്ടികൾ എന്ത് ചെയ്യും, ഈ മണൽത്തരികൾ കൊണ്ട് കോട്ടകൾ നിർമ്മിക്കുകയും ചെയ്യും. If a little pebble can tell you so much, how much more could we learn from all the rocks and mountains and the many other things we see around us? If a little pebble can tell you so much, ഇത്തരത്തിൽ ഈ ഒരു ചെറിയ ഒരു ഉരുളൻ കല്ലിന് നിന്നോട് ഇത്ര സംസാരിക്കാനുണ്ടെങ്കിൽ how much more could we learn from all the rocks? അപ്പോൾ എല്ലാ കല്ലുകളിൽ നിന്നും നമുക്ക് എത്രമാത്രം പഠിക്കാനുണ്ടായിരിക്കും. ആൻഡ് മൗണ്ടെയിൻസ്, ഈ കുന്നുകളിൽ നിന്ന്. ആൻഡ് ദ മെനി അതർ തിങ്സ് വി സീ അറൗണ്ട് അസ്, നമുക്ക് ചുറ്റും കാണുന്ന മറ്റു വസ്തുക്കളിൽ നിന്ന് നമുക്ക് എത്രയോ കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരിക്കും. ഈ ചെറിയ ഉരുൾക്കല്ലിൽ നിന്ന് ഇത്രമാണ് നമുക്കറിയാൻ സാധിക്കുക എന്നുണ്ടെങ്കിൽ, അപ്പോൾ പ്രകൃതിയാകുന്ന പുസ്തകത്തിലെ ഓരോ ഓടുകളാണ് പ്രകൃതിയിലെ ഓരോ ചെറിയ വസ്തുക്കളുമെന്നാണ് തൻ്റെ മകളായ ഇന്ദിരയോട് ജവഹർലാൽ നെഹ്റു മൊസൂറിയിലെ അവിടെ നിന്ന് പറയുന്നത്. അപ്പോൾ തൻ്റെ മകൾക്ക് ഈ ഭൂമിയെക്കുറിച്ചിട്ടും തൻ്റെ ചുറ്റുപാടുകളെക്കുറിച്ചിട്ടും ചുറ്റുപാടുകളിലുള്ള വസ്തുവകകളെക്കുറിച്ചിട്ടുമൊക്കെ പരിചയം വേണം, അതിനെക്കുറിച്ചിട്ടുള്ള ബോധം ഉണ്ടാക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധിയിൽ നിന്നാണ് ജവഹർലാൽ നെഹ്റുവിന് ഇത്തരത്തിലുള്ള കത്തുകൾ തൻ്റെ മകൾക്ക് എഴുതാൻ അദ്ദേഹത്തിന് തോന്നുന്നത്. ഏതൊരു പിതാവും തൻ്റെ മക്കളെ നല്ല രീതിയിൽ തൻ്റെ ചുറ്റുപാടുകൾ അറിയിച്ചുകൊണ്ട് വളർത്തുകയാണ് വേണ്ടത്. അല്ലാതെ വെറും പുസ്തകങ്ങളിൽ നിന്ന് മാത്രമല്ല നമുക്ക് പഠിക്കാനുള്ളത്, പുസ്തകങ്ങൾക്കപ്പുറം നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ആ ഒരു ബോധ്യത്തിൽ നിന്നും ആണ് നമ്മുടെ ജവഹർലാൽ നെഹ്റു തൻ്റെ മകളായ ഇന്ദിരയ്ക്ക് ഇത്തരത്തിലുള്ള കത്തുകൾ എഴുതുന്നത്. ഇന്ന് നമ്മൾ ഈ പാഠത്തിൽ നിന്ന് അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇന്ന് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ഉത്തരം കണ്ടെത്താനുണ്ട്. ഇവിടെ 5ാമത്തെ ചോദ്യം, pick out the sentences that show നെഹ്റുസ് ലവ് ഫോർ നേച്ചർ. അപ്പോൾ നെഹ്റുവിന് പ്രകൃതിയോടുള്ള വല്ലാത്ത സ്നേഹത്തെ കാണിക്കുന്ന സെൻറ്റൻസുകളെടുത്ത് എഴുതാനാണ് 5ാമത്തെ ചോദ്യം നമ്മോട് പറയുന്നത്. വെൻ യു ഗ്രോ അപ്പ്, നീ വളർന്നു വലുതാകുമ്പോൾ, യു വിൽ റീഡ് അബൌട്ട് ദ സ്റ്റോറി ഓഫ് ദ എർത്ത് ആൻഡ് ഹെർ പീപ്പിൾസ് ഇൻ ഫാറ്റ് ബുക്സ്. നീ ഈ ഭൂമിയെക്കുറിച്ചിട്ടും ഭൂമിയിലുള്ള മനുഷ്യന്മാരെക്കുറിച്ചിട്ടുമുള്ള കാര്യങ്ങൾ വലിയ വലിയ പുസ്തകങ്ങളിൽ നിന്നും നീ വായിക്കും അല്ലെങ്കിൽ പഠിക്കും. യു വിൽ ഫൈൻഡ് ഇറ്റ് മോർ ഇൻട്രസ്റ്റിംഗ് ദാൻ എനി അതർ സ്റ്റോറി ഓർ നോവൽ ദാറ്റ് യു മേ ഹാവ് റീഡ്. നീ വായിച്ച മറ്റുള്ള നോവലുകളെക്കാളും കഥകളെക്കാളും ഒക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള താല്പര്യമുണർത്തുന്ന കാര്യങ്ങളാണ് അത് നീ എന്ന് കണ്ടെത്തും. പിന്നെയോ, if a little pebble can tell you so much more could we learn from all the rocks and mountains and the many other things we see around us. ഈ ഒരു ചെറിയ ഉരുളൻ കല്ലിൽ നിന്ന് നമുക്ക് ഇത്ര കൂടുതൽ അറിയാനുണ്ടെങ്കിൽ, നമുക്ക് ചുറ്റുമുള്ള പാറക്കഷ്ണങ്ങൾ അല്ലെങ്കിൽ പാറക്കല്ലുകൾ, കുന്നുകൾ, മറ്റു വസ്തുക്കൾ, ഇവകളിൽ നിന്നൊക്കെ നമുക്ക് എത്രത്തോളം പഠിക്കാനുണ്ടാകുമെന്നാണ് ഈ 5ാമത്തെ ചോദ്യം നമുക്ക് അതിന് ഉത്തരമായിട്ട് നമുക്ക് പറയാനുള്ളത്. 6ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ പേജസ് ആൻഡ് ആൽഫബറ്റ്സ് ഓഫ് നേച്ചർ അക്കോർഡിംഗ് ടു നെഹ്റു. നെഹ്റുവിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നെഹ്റുവിൻ്റെ അഭിപ്രായത്തിൽ പ്രകൃതിയുടെ താളുകളും അതിൻ്റെ അക്ഷരമാലകളും എന്താണ്? ഉത്തരം എന്താണ്? ലിറ്റിൽ സ്റ്റോൺസ് ലൈയിങ് ഓൺ ദ റോഡ്, നമ്മൾ നിരത്തുകളിൽ കാണുന്ന ചെറിയ പാറകൾ അല്ലേ. ഓൺ ദ മൗണ്ടെയിൻ
അല്ലെങ്കിൽ ഈ കുന്നിൻ ചെരുവിൽ കാണുന്ന ഓൺ ദ മൗണ്ടൻ സൈഡ് അല്ലേ, കുന്നിൻ ചെരുവിൽ കാണുന്ന ആർ ദ പേജസ് ആൻഡ് ആൽഫബറ്റ്സ് ഓഫ് നേച്ചർ. അതൊക്കെയാണ് എന്ത് പേജുകളും അക്ഷരമാലകളും പ്രകൃതിയുടെ എന്നാണ് പറയുന്നത്. ഏഴാമത്തെ ചോദ്യം, വാട്ട് ഡസ് നെഹ്റു മീൻ ബൈ ഗുഡ് ഐസ് ടു സീ ആൻഡ് ഇയർ ടു ഹിയർ? നമ്മുടെ നെഹ്റു ഗുഡ് ഐസ് ടു സീ, കാണാനുള്ള നല്ല കണ്ണുകൾ, ആൻഡ് ഇയേഴ്സ് ടു ഹിയർ അല്ലേ, അതായത് കേൾക്കാനുള്ള ചെവികൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഉത്തരം എന്താണ്? കീൻ ഒബ്സർവേഷൻ അല്ലേ, തീവ്രമായ നിരീക്ഷണം. കീൻ ഒബ്സർവേഷൻ പവർ, തീവ്രമായ നിരീക്ഷണത്തിനുള്ള കഴിവ്. ആൻഡ് എബിലിറ്റി, കഴിവും അതിനുള്ള പവറും. ആൻഡ് ഇൻട്രസ്റ്റ്, മാത്രമല്ല താല്പര്യവും. ടു ഹിയർ എവറി സൗണ്ട് ഓഫ് നേച്ചർ, പ്രകൃതിയുടെ എല്ലാ ശബ്ദങ്ങളും കേൾക്കാനുള്ള ഈ ഒരു കഴിവ്. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത്രയുമാണ് നമുക്കിന്ന് ക്ലാസ് എടുക്കാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. നോട്ട്സുകൾ എല്ലാവരും ഇന്ന് തന്നെ എഴുതി എനിക്ക് അയച്ചു തരണം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.